ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഇ ഡിയുമായി ഒരു ഏറ്റുമുട്ടലിനില്ലെന്ന് വിജിലൻസ് SP S ശശിധരൻ. ഇ ഡിക്കെതിരെ പരാതിക്കാരൻ പറഞ്ഞ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേസിൽ തെളിവ് ശേഖരണം പുരോഗമിക്കുകയാണ്. ഇ ഡി ഉദ്യോഗസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുമെന്നും വിജിലൻസ് SP പറഞ്ഞു. അല്ല, അത് അറിയില്ല, അത് പരിശോധിച്ച് നോക്കണം. അത് നോ കമന്റ്സ്. നോ കമന്റ്സ് ഓൺ ഇറ്റ്. ഈ പരാതിക്കാരന്റെ പക്കൽ കൃത്യമായ തെളിവുകളില്ല, ഇ ഡി ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങാന്നൊക്കെയാണ് ഇ ഡി പറയുന്നത്. കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കേസ് അന്വേഷണം ഞങ്ങളന്ന് അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറേ ഫയൽസ് ഉണ്ട്, അന്വേഷിക്കാനുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സഹിൻ, ഇ ഡിയും വിജിലൻസും തമ്മിൽ നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള ഒരു കേസാണ്. ഇ ഡിയെ ഉദ്ധരിച്ചുകൊണ്ട് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് വിജിലൻസിന്റെ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കമന്റുകൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകില്ല എന്നുള്ളതാണ് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. പക്ഷേ ആ കേസിന്റെ മെറിറ്റിൽ ഉറച്ചു നിൽക്കും, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ബിനിൽ. അതായത് കേസ് ഒതുക്കുവാനായി കോഴ വാങ്ങിയ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതി ചേർത്ത് വിജിലൻസ് കേസെടുക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒപ്പം തന്നെ വിജിലൻസും തമ്മിൽ നേർക്കുനേർ നോട്ടീസുകൾ കൊടുക്കൽ വാങ്ങൽ ആയിരുന്നു നടന്നിരുന്നത്. കേസുകൾ സംബന്ധിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയച്ചിരുന്നു, ഇമെയിലുകൾ അയച്ചിരുന്നു, നോട്ടീസുകൾ അയച്ചിരുന്നു. എന്നാൽ ഇത് പരസ്പര ഫയലുകൾ കൈമാറാൻ ഇരുകൂട്ടരും തയ്യാറായിട്ടില്ല. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ഒരു നേർക്കുനേർ പോരിന് തയ്യാറല്ല എന്നാണ് വിജിലൻസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലല്ല, പക്ഷേ കേസിന്റെ മെറിറ്റിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് വിജിലൻസ് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസം ഈ 11-ാം തീയതിയാണ് ശേഖർകുമാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുക. ഈ സമയത്ത് മുൻകൂർ ജാമ്യാപേക്ഷയെ വിജിലൻസ് പൂർണ്ണമായും എതിർക്കുമെന്നും വിജിലൻസ് SP ശശിധരൻ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഏറ്റുമുട്ടൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് SP തന്നെ അറിയിക്കുന്നത്.